ഇന്നത്തെ റെസിപ്പി നമുക്കൊരു റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തായ് ബനാന പാൻകേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ എടുത്തത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണേ. എന്നിട്ട് മൈദാക്കൂട്ടിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കട്ടെ. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു റോബസ്റ്റ പഴമാണ്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇത് ചപ്പാത്തിനെക്കാട്ടും കുറച്ചധികം വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇതാ നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ വേണ്ടത്. പിന്നെ പാനിൽ കുറച്ചൊരു ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ചപ്പാത്തി ഇതിൽ വെച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെ നമ്മൾ ബനാന മിക്സ് ഒഴിച്ച് കൊടുക്കട്ടോ. സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇതിൻ്റെ 4 വശം ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുക്കണേ. ഇനി 2 വശവും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. ഇതിൻ്റെ 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ മേലെ കുറച്ചൊരു കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ന്യൂട്ടല്ലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ അതിൻ്റെ മേലെ കുറച്ചൊരു കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കൂടാതെ ടിഫിൻ ബോക്സിലും വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.